ഹായ് നമസ്കാരം. ലോകത്താകെ ഇപ്പോൾ രണ്ട് വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും പലസ്തീനും തമ്മിലും അതുപോലെ യുക്രൈനും റഷ്യയും തമ്മിലുമാണ് യുദ്ധങ്ങൾ. ഇതുവരെ വെടിനിർത്തൽ ഇസ്രായേൽ ഗാസയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇനിയൊരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ? ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധം സംഭവിച്ചേക്കാം. അമേരിക്ക ഇതിനൊപ്പം ചേർന്നാൽ അത് വലിയൊരു മഹായുദ്ധത്തിന് തന്നെ വഴിമാറാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നോസ്ട്രഡാമസ് എന്ന് വിശേഷണമുള്ള ഒരു ജ്യോതിഷി ഇപ്പോൾ ഞെട്ടിക്കുന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ്. ലോകത്തെയാകെ വിറപ്പിക്കുന്ന പ്രവചനമാണ് ഈ ജ്യോതിഷി നടത്തിയിരിക്കുന്നത്. അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മൂന്നാം ലോക മഹായുദ്ധമാണ് വരാൻ പോകുന്നതെന്ന് ഇന്ത്യൻ ജ്യോതിഷിയും നോസ്ട്രഡാമസ് എന്ന വിളിപ്പേരുള്ള കുശാൽ കുമാർ പറയുന്നു. നേരത്തെ ഈ പ്രവചനം നടത്തിയിരുന്ന കുശാൽ പറഞ്ഞ ദിവസം തന്നെ ലോകത്ത് വലിയൊരു മഹായുദ്ധം ആരംഭിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. ലോകത്ത് നടക്കാനിരിക്കുന്ന സുപ്രധാന ഇവന്റുകളാണ് ഈ ജ്യോതിഷി പ്രവചിക്കാറുള്ളത്. ഇതെല്ലാം അതിവേഗം വൈറലായിരിക്കുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ശക്തമാകുമെന്നും അതുപോലെ രണ്ട് കൊറിയകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുമെന്നും ചൈന, തായ്വാൻ, റഷ്യ, നാറ്റോ എന്നിവരെല്ലാം യുദ്ധഭൂമിയിലേക്ക് എത്തുമെന്നും ജ്യോതിഷി പ്രവചിക്കുന്നു. ഇത് ലോകത്താകെ യുദ്ധം പടർത്താൻ ഇടയാകും. അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചിരിക്കും. വേദിക്ക് ജ്യോതിഷം ഉപയോഗിച്ചാണ് ഇവ നടക്കുമെന്ന് പറയാൻ സാധിക്കുന്നതെന്ന് കുശാൽ കുമാർ പറയുന്നു. ഓരോ ഗ്രഹങ്ങളും രാശി മാറ്റങ്ങളുമെല്ലാം ഇതിനായി പരിഗണിക്കും. ഓരോ വ്യക്തിയും കർമ്മത്തെയും അതിനായി ഗണിച്ചു നോക്കും. അതിൽ നിന്ന് വലിയ യുദ്ധം ലോകത്ത് സംഭവിക്കുമെന്നാണ് മനസ്സിലാവുന്നതെന്നും ജ്യോതിഷി പറയുന്നു. വെറും ദിവസങ്ങൾ മാത്രമാണ് മൂന്നാം ലോകമഹായുദ്ധം നടക്കാൻ ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു. ജൂൺ 18 യുദ്ധം ആരംഭിക്കും. അത് ചൊവ്വാഴ്ചയായിരിക്കും. ഇനി വെറും ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ അതിന് സാധ്യത മുന്നിലുണ്ട്. ജൂൺ 18 തന്നെയാണ് ഏറ്റവും ശക്തമായ സാധ്യതയുള്ളത്. ജൂൺ 10, 29 എന്നീ ദിവസങ്ങളിൽ ഇവ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തമായ സാധ്യത ഈ ദിവസങ്ങളിൽ യുദ്ധം ആരംഭിക്കാനാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ ആക്രമണങ്ങൾ, ദക്ഷിണ കൊറിയൻ മേഖലയിലേക്കുള്ള ഉത്തര കൊറിയയുടെ കടന്നുകയറ്റം, ഇസ്രായേലും ലബനനും തമ്മിലുള്ള സംഘർഷം എന്നിവയെല്ലാം സൂചനകളാണെന്നും ജ്യോതിഷി വ്യക്തമാക്കി.